Hi students, welcome to Botany online class. In the previous class we had discussed about leaf. കഴിഞ്ഞ ക്ലാസ്സിൽ ലീഫിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത്. A typical leaf consists of three main parts: leaf base, petiole and lamina. ഒരു ടിപ്പിക്കൽ ലീഫ് എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്: ലീഫ് ബേസ്, പീറ്റിയോൾ, ലാമിന. ഓരോന്നായിട്ട് പറഞ്ഞുതരാം. എന്താണ് ലീഫ് ബേസ് എന്ന് വെച്ചാൽ, ദ ലീഫ് ഈസ് അറ്റാച്ച്ഡ് ടു എ സ്റ്റെം ബൈ ലീഫ് ബേസ്. ലീഫ് സ്റ്റെമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന ആ ഭാഗം, അതിനെയാണ് ലീഫ് ബേസ് എന്ന് പറയുന്നത്. ആൻഡ് മേ ബെയർ ടു ലാറ്ററൽ സ്മോൾ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാൾഡ് സ്റ്റിപ്യൂൾസ്. ഇനി അവിടെ തന്നെ ഇത് അറ്റാച്ച് ചെയ്യുന്ന ആ ഭാഗത്തായിട്ട് തന്നെ 2 ചെറിയ ലീഫ് പോലുള്ള സ്ട്രക്ചേഴ്സ് കാണും. അതിനെ സ്റ്റിപ്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. ഇൻ മോണോകോട്ട്സ് ദ ലീഫ് ബേസ് എക്സ്പാൻഡ്സ് ഇൻ ടു എ ഷീത്ത് കവറിങ് ദ സ്റ്റെം പാർഷ്യലി ഓർ ഹോളി. ഇനി മോണോകോട്ട്സ് ആണെങ്കിൽ ലീഫ് ബേസ് എക്സ്പാൻഡ് ചെയ്തൊരു ഷീത്ത് പോലെ സ്റ്റെമ്മിനെ മൊത്തത്തിലോ അല്ലെങ്കിൽ ഭാഗികമായോ കവർ ചെയ്ത് കാണപ്പെടും. In some leguminous plants, the leaf base may be swollen, which is called pulvinous. ഇനി ലെഗൂമിനസ് പ്ലാന്റ്സ്, എന്നാൽ ലെഗൂമിനസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗ ചെടികൾ, അവയുടെ ലീഫ് ബേസ് എന്ന് പറയുന്നത് സ്വളനാണ്. ആ സ്വളൻ ലീഫ് ബേസിനെ വിളിക്കുന്ന പേരാണ് പൾവൈനസ്. The petiole help hold the blade to light. ഇനി എന്താണ് പീറ്റ്യൂൾ എന്ന് പറഞ്ഞാൽ? ദ സ്റ്റോക്ക് ഓഫ് ദ ലീഫ് ഈസ് കാൾഡ് പീറ്റ്യൂൾ. ഇലയുടെ ഞെട്ട് എന്ന് നമ്മൾ പറയില്ലേ, അതാണ് പീറ്റ്യൂൾ. അത് ഇലയെ നേരെ സൺലൈറ്റിന് നേരെ നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്നത് പീറ്റ്യൂളാണ്. ദ ലാമിന ഓർ ദ ലീഫ് ബ്ലേഡ് ഈസ് ദ ഗ്രീൻ എക്സ്പാൻഡഡ് പാർട്ട് ഓഫ് ദ ലീഫ് വിത്ത് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ്. ഇനി ലാമിന ഓർ ലീഫ് ബ്ലേഡ്, ഇലയുടെ അതായത് പച്ച നിറത്തിൽ കാണപ്പെടുന്ന എക്സ്പാൻഡഡ് പാർട്ട്. നമ്മൾ ലീഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ പച്ച നിറത്തിലിരിക്കുന്ന പരന്ന ഭാഗം, അതാണ് ലീഫ് എന്ന് നമ്മൾ പറയുന്നത്. അതിനെയാണ് ലാമിന അല്ലെങ്കിൽ ലീഫ് ബ്ലേഡ് എന്ന് വിളിക്കുന്നത്. അതിൽ വെയിൻസും വെയിൻലെറ്റ്സും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. There is usually a middle prominent vein which is known as midrib. ഇനി ഇലയുടെ മധ്യഭാഗത്തായിട്ട് വലിയൊരു വെയിൻ ഉണ്ട്, അതിനെ മിഡ്രിബ് എന്നാണ് വിളിക്കുന്നത്. വെയിൻസ് പ്രൊവൈഡ് റിജിഡിറ്റി ടു ദ ലീഫ് ബ്ലേഡ് ആൻഡ് ആക്ട് ആസ് ചാനൽസ് ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ. ഇനി വെയിൻസിൻ്റെ ഫങ്ഷൻ എന്താണ്? ലീഫിന് റിജിഡിറ്റി കൊടുക്കുക, അതുപോലെ വാട്ടർ ട്രാൻസ്പോർട്ടിന് സഹായിക്കുക. വാട്ടർ ട്രാൻസ്പോർട്ട് മാത്രമല്ല, ദെൻ മിനറൽസ് ആൻഡ് ഫുഡ് മെറ്റീരിയൽസ്. ഇനി ഓരോ പ്ലാന്റ്സിലും ലീഫ് ബ്ലേഡിൻ്റെ ഷേപ്പൊക്കെ വ്യത്യാസമായിരിക്കും. എല്ലാത്തിലും ഒരുപോലൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ പലതരത്തിലുള്ള ചെടികൾ കാണുന്നില്ലേ, എല്ലാത്തിനും ഒരേപോലത്തെ ലീഫാണോ? അല്ല. അപ്പോൾ അതിൽ ഓരോ സ്പീഷീസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ലീഫിലും വേരിയേഷൻ ഉണ്ടാകും. ഇനി അടുത്തത് വീനേഷൻ. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ആൻഡ് ദ വെയിൻലെറ്റ്സ് ഇൻ ദ ലാമിന ഓഫ് ലീഫ് ഈസ് ടേംഡ് ആസ് വീനേഷൻ. ലാമിന അല്ലെങ്കിൽ ലീഫ് ബ്ലേഡ് നേരത്തെ പറഞ്ഞില്ലേ, അതിൽ നിറയെ വെയിൻസും വെയിൻലെറ്റ്സും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അറേഞ്ച്മെൻറ്റിന് പറയുന്ന പേരാണ് വീനേഷൻ. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഇൻ ദ ലാമിന ഓഫ് ലീഫ് ഈസ് ടേംഡ് ആസ് വീനേഷൻ. There are 2 types of venation: reticulate venation and parallel venation. When the veinlets form a network, the venation is termed as reticulate. നമ്മൾ ലീഫ് ബ്ലേഡിലേക്ക് നോക്കുമ്പോൾ ഈ വെയിൻസ് എല്ലാം ഇങ്ങനെ വന്നിട്ട് ഒരു നെറ്റ്വർക്ക് മാതിരി കാണപ്പെടുവാണെങ്കിൽ അതിനെ നമ്മൾ റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്നാണ് പറയുന്നത്. വെൻ ദ വെയിൻസ് റൺ പാരലൽ ടു ഈച്ച് അതർ വിത്തിൻ എ ലാമിന, ദ വീനേഷൻ ഈസ് ടേംഡ് ആസ് പാരലൽ. ഇനി വെയിൻസ് ഇങ്ങനെ പാരലായിട്ട് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ പാരലൽ വീനേഷൻ എന്ന് പറയും. ലീവ്സ് ഓഫ് ഡൈക്കോട്സ് പ്ലാന്റ്സ് ജനറലി പൊസസ് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആൻഡ് മോണോകോട്സ് പൊസസ് പാരലൽ വീനേഷൻ. അപ്പോൾ ഡൈക്കോട്സ് പ്ലാന്റ് ആണെങ്കിൽ അതിൽ എന്ത് തരത്തിലുള്ള വീനേഷൻ ആയിരിക്കും? റെറ്റിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും. അത് ഡൈക്കോട്ട് പ്ലാന്റ്സിൻ്റെ പ്രത്യേകതയാണ്.
അപ്പോൾ ഡൈക്കോട്സ് ജനറലി ഹാവ് റെക്ടിക്കുലേറ്റ് വീനേഷൻ ആൻഡ് മോണോക്കോട്സ് ഹാവ് പാരലൽ വീനേഷൻ. അത് ഓർത്തിരിക്കണം. ഡൈക്കോട്ടും മോണോക്കോട്ടും തമ്മിലുള്ളൊരു വ്യത്യാസമാണത്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ലീവ്സ്. എ ലീഫ് ഈസ് സെറ്റ് ടു ബി സിമ്പിൾ വെൻ ഇറ്റ്സ് ലാമിന ഈസ് ഇൻഡെയർ ഓർ വെൻ ഇൻസൈസ്ഡ് ദ ഇൻസിഷൻസ് ഡു നോട്ട് ടച്ച് ദ മിഡ്രിബ്. ഇനി ലീവ്സ് രണ്ട് തരത്തിലെ ലീവ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് സിമ്പിൾ ലീഫ് എന്ന് പറയും. അടുത്തത് കോമ്പൗണ്ട് ലീഫ് എന്ന് പറയും. ഇനി എന്താണ് സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ? എ ലീഫ് ഈസ് സെറ്റ് ടു ബി സിമ്പിൾ വെൻ ഇറ്റ്സ് ലാമിന ഈസ് എൻറ്റയർ. എൻറ്റയർ മീൻസ് മൊത്തത്തിൽ ഇങ്ങനെ ഫുള്ളായിട്ടിരിക്കുകയാണെങ്കിൽ അതിനെ, ഇപ്പോൾ നമ്മുടെ തേക്കിൻ്റെ ഇല, പ്ലാവിൻ്റെ ഇല, അതൊക്കെ ഇങ്ങനെ ഒറ്റ ഇലയായിട്ടിരിക്കുകയല്ലേ ചെയ്യുന്ന. അപ്പോൾ അതിനെയാണ് നമ്മൾ സിമ്പിൾ ലീഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചെമ്പരത്തിയുടെ ഇല നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ഇലയാണ്, പക്ഷേ അവിടെ ഇൻസിഷൻസ് ഉണ്ട്, മാർജിനിൽ ഇൻസിഷൻസ് ഉണ്ട്. ചെറിയ ചെറിയ ഇങ്ങനെ അരിക് കട്ട് ചെയ്ത പോലെയല്ലേ ഇരിക്കുന്നത്. പക്ഷേ അത് ഒരിക്കലും എവിടെ ടച്ച് ചെയ്യില്ല, മിഡ്രിബിൽ ടച്ച് ചെയ്യില്ല. മിഡ്രിബിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ലീഫ് ലെറ്റായി പോവും. അപ്പോൾ മിഡ്രിബിൽ ടച്ച് ചെയ്യാതെ ഇങ്ങനെ എൻറ്റയറായിട്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ ലീഫ് എന്ന് പറയും. ഇനി അടുത്തത് കോമ്പൗണ്ട് ലീഫ്. വെൻ ദ ഇൻസിഷൻസ് ഓഫ് ദ ലാമിന റീച്ച് ഓഫ് ദ മിഡ്രിബ് ബ്രേക്കിംഗ് ഇറ്റ് ഇൻറ്റു എ നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് ദ ലീഫ് ഈസ് സെറ്റ് ടു ബി കോമ്പൗണ്ട്. ഇനി ലീഫിൽ മാർജിനിൽ ഇൻസിഷൻസ് ഉണ്ട്. ആ ഇൻസിഷൻസ് വന്ന് നമ്മുടെ മിഡ്രിബിൽ ടച്ച് ചെയ്തിട്ട് അത് ഓരോന്നും ഓരോ ലീഫ് ലെറ്റായിട്ട് കാണുവാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? കോമ്പൗണ്ട് ലീഫ് എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിൻ്റെ ഇല, പുളിയുടെ ഇല, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻസിഷൻസ് ഉണ്ട്. ഒരു മെയിൻ വെയിനുണ്ട്, അതിൽ ഓരോ ലീഫ്ലെറ്റ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കണം. അപ്പോൾ അങ്ങനെയുള്ള ലീഫിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് ലീഫ് തന്നെ രണ്ട് തരത്തിലുണ്ട്. കോമ്പൗണ്ട് ലീവ്സ് മേ ബി ഓഫ് ടു ടൈപ്സ്: പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ആൻഡ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. കോമ്പൗണ്ട് ലീവ്സ് മേ ബി ഓഫ് ടു ടൈപ്സ്: പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ആൻഡ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. എന്താണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറഞ്ഞാൽ? ഇൻ എ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എ നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് ആർ പ്രസൻറ്റ് ഓൺ എ കോമൺ ആക്സിസ് കാൾഡ് റാച്ചിസ്. അതായത് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറഞ്ഞാൽ കുറേ ലീഫ്ലെറ്റ്സ് ഉണ്ടാവും, ഒരു കോമൺ ആക്സിസും കാണും. ഒരു കോമൺ ആക്സിസിൽ കുറേ ലീഫ്ലെറ്റ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത്. ആ കോമൺ ആക്സിസിനെ റാച്ചിസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എ നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് ആർ പ്രസൻറ്റ് ഓൺ എ കോമൺ ആക്സിസ് കാൾഡ് റാച്ചിസ്. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നീം. നീം എന്ന് പറഞ്ഞാൽ അറിയാലോ, വേപ്പ്. അതുപോലെ നമ്മുടെ കറി ലീഫ്, കറിവേപ്പില. അപ്പോൾ അതിൻ്റെ എല്ലാം ഇല എന്ന് പറയുന്നത്, അതുപോലെ പുളിയില, അതും എന്തിന് എക്സാമ്പിളാണ്? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന് എക്സാമ്പിളാണ്. ഇനി അടുത്ത പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ഉണ്ട്. ഇൻ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ദ ലീഫ്ലെറ്റ്സ് ആർ അറ്റാച്ച്ഡ് അറ്റ് എ കോമൺ പോയിൻറ്റ് ദാറ്റ് ഈസ് അറ്റ് ദ ടിപ്പ് ഓഫ് പീറ്റിയോൾ ആസ് ഇൻ സിൽക്ക് കോട്ടൺ. പാമേറ്റ്ലി കോമ്പൗണ്ട്, പാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൈപ്പത്തി ഇല്ലേ? നമ്മുടെ കൈപ്പത്തിയിൽ വിരലുകൾ ഇങ്ങനെ നിൽക്കുന്നില്ലേ? അതായത് ഒരു കോമൺ പോയിന്റിൽ നിന്നാണ് ഈ വിരലുകൾ ഇങ്ങനെ നിൽക്കുന്നത്. ഒരു കോമൺ പോയിൻ്റ് ഉണ്ട് നമ്മുടെ കൈയുടെ വെള്ള എന്ന് പറയുന്നത്. അതേപോലെ ഈ ലീവ്സ് ഒരു കോമൺ പോയിന്റിൽ നിന്നാണ് ലീഫ്ലെറ്റ്സ് എറൈസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ലീഫിനെ നമ്മൾ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയും. സിൽക്ക് കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇലവ്, ബൊംബാക്സ്, ഇലവ് അറിയാമോ? പരുത്തി മരം എന്നൊക്കെ പറയില്ലേ, പഞ്ഞി മരം എന്നൊക്കെ പറയുന്ന അത്. അതുപോലെ നമ്മുടെ ടപ്പിയോക്ക, മരച്ചീനി, അതിൻ്റെയൊക്കെ ലീവ്സ് ഒന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അത് ഒരു ലീഫാണ്, പക്ഷേ അതിൽ ഒരു 4-5 ലീഫ്ലെറ്റ്സ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ അത് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. ദെൻ നെക്സ്റ്റ് ഫില്ലോടാക്സി. Phyllotaxy is the pattern of arrangement of leaves on stem or branch. എന്താണ് ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം ഓർ ബ്രാഞ്ച്. സ്റ്റെമ്മിൽ അല്ലെങ്കിൽ ബ്രാഞ്ചിൽ ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ് ഫില്ലോടാക്സി എന്ന് പറയുന്നത്. There are 3 types of phyllotaxy: alternate, opposite and whorled.
3 തരത്തിലുള്ള ഫിലോടാക്സി ഉണ്ട്: ആൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്. In alternative type of phyllotaxy, a single leaf rises at each node in alternate manner as in China rose, mustard and sunflower. ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോഡിൽ നിന്ന് ഒരു ലീഫ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നോഡെന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെമ്മിൽ ലീവ്സ് റൈസ് ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ നോഡെന്ന് പറയുന്നത്. അപ്പോൾ ഒരു നോഡിൽ നിന്ന് ഒരു ലീഫ് മാത്രം, അതിനെയാണ് ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറയുന്നത്. എക്സാമ്പിൾ: ചൈന റോസ്, മസ്റ്റാർഡ്, സൺഫ്ലവർ എക്സെട്ര. കടുക്, സൂര്യകാന്തി, ചെമ്പരത്തി, ഇതിനകത്തെല്ലാം അങ്ങനെയാണ്. അടുത്തത് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. എ പെയർ ഓഫ് ലീവ്സ് റൈസ് അറ്റ് ഈച്ച് നോഡ്. ഒരു നോഡിൽ നിന്ന് 2 ലീവ്സ്. മനസ്സിലായില്ലേ? ഒരു നോഡിൽ നിന്ന് തന്നെ 2 ലീവ്സ്, അപ്പുറം ഇങ്ങനെ 2 ലീവ്സ് ഉണ്ടാവും. അതിനെയാണ് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി എന്ന് പറയുന്നത്. എക്സാമ്പിൾ: കലോട്രോപ്പിസ്. കലോട്രോപ്പിസ് എന്ന് പറയുന്നത് എരിക്ക് എന്ന് പറയുന്ന പ്ലാന്റാണ്. അതുപോലെ ഗുവ പേര. ഇനി വേൾഡ് ഫില്ലോടാക്സി. ഇഫ് മോർ ദാൻ 2 ലീവ്സ് റൈസ് അറ്റ് എ നോഡ് ആൻഡ് ഫോം എ വേൾ, ഇറ്റ് ഈസ് കാൾഡ് വേൾഡ്. ഒരു നോഡിൽ നിന്ന് 2ൽ കൂടുതൽ ലീവ്സ് റൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വേൾഡ് ഫില്ലോടാക്സി എന്ന് പറയും. എക്സാമ്പിൾ: അൽസ്റ്റോണിയ, നീറിയം. നീറിയം എന്ന് പറയുന്നത് അരളി, അൽസ്റ്റോണിയ എന്ന് പറയുന്നത് ഏഴിലമ്പാല. അപ്പോൾ ഫില്ലോടാക്സി 3 തരത്തിൽ: ആൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്. എല്ലാത്തിനും എക്സാമ്പിളും അറിഞ്ഞിരിക്കുക. ഓക്കെ. ഇതിനടുത്തത് ലീഫ് മോഡിഫിക്കേഷൻസ് ആണ്. നേരത്തെ നമ്മൾ റൂട്ട് മോഡിഫിക്കേഷനും സ്റ്റെം മോഡിഫിക്കേഷനും ഒക്കെ പറഞ്ഞില്ലേ, അതേപോലെ അടുത്തത് റൂട്ട് മോഡിഫിക്കേഷൻ. ലീവ്സ് ആർ ഓഫൺ മോഡിഫൈഡ് ടു പെർഫോം ഫങ്ഷൻസ് അതർ ദാൻ ഫോട്ടോസിന്തസിസ്. നമ്മൾ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ റൂട്ട് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ റൂട്ടിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. അതുപോലെ ഇറ്റ് ഗീവ് സപ്പോർട്ട് ഓർ ആങ്കർ, അല്ലേ? ഇറ്റ് ഫിക്സ് ദ പ്ലാന്റ് ഫേംലി ഇൻ ദ സോയിൽ. അപ്പോൾ റൂട്ടിൻ്റെ ഫംഗ്ഷൻ പ്രധാനമായിട്ടും മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുക, ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുക. അതുപോലെ ജലവിലവണങ്ങൾ വലിച്ചെടുത്ത് സ്റ്റെമ്മിലേക്ക് എത്തിക്കുക. അതുകൂടാതെ മറ്റ് ചില ഫങ്ഷൻസും കൂടെ റൂട്ട് ചെയ്യുന്നുണ്ട്. അതാണ് റൂട്ട് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. അതേപോലെ സ്റ്റെമ്മിൻ്റെ കാര്യത്തിലും പഠിച്ചു. അതേപോലെ ഇവിടെയും ലീവ്സിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഫോട്ടോസിന്തസിസ്, അല്ലേ? മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. എന്നാൽ ലീവ്സ് ആർ ഓഫൺ മോഡിഫൈഡ് ടു പെർഫോം ഫങ്ഷൻസ് അതർ ദാൻ ഫോട്ടോസിന്തസിസ്. ഇനി ഫോട്ടോസിന്തസിസ് അല്ലാതെ മറ്റു ചില ഫങ്ഷൻസ് കൂടി നിർവഹിക്കുന്ന ഇലകളുണ്ട്. ദേ ആർ കൺവേർട്ടഡ് ഇൻ ടു ടെൻഡ്രിൽസ് ഫോർ ക്ലൈംബിങ് ആസ് ഇൻ പീസ് ഓർ ഇൻ ടു സ്പൈൻസ് ഫോർ ഡിഫെൻസ് ഇൻ കാക്ടസ്. അപ്പം നമ്മൾ ഒന്നാമത്തെ ലീഫ് മോഡിഫിക്കേഷനിൽ പറയുന്ന ടെൻഡ്രിൽസ് ആണ്. ലീഫ് ടെൻഡ്രിൽസ് എന്ന് പറയും. They are converted into tendrils for climbing. അതിന് എക്സാമ്പിൾ പി. Or leaves are modified into spines for defense as in cactus. കാക്ടസിൽ സ്പൈനുകളായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ പയർ ചെടികളിൽ ടെൻഡ്രിൽസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് പയർ ചെടിയിൽ കാണപ്പെടുന്ന ടെൻഡ്രിൽസ് എന്ന് പറയുന്നത് ലീഫ് ടെൻഡ്രിൽസ് ആണ്. നമ്മൾ സ്റ്റെം ടെൻഡ്രിൽസ് പഠിച്ചിട്ടുണ്ട്. കുക്കുംബറിലും പാസിഫ്ലോറയിലും വിറ്റിസിലും മുന്തിരിയിലും ഒക്കെ നമ്മൾ സ്റ്റെം ടെൻഡ്രിൽസ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ലീഫ് ടെൻഡ്രിൽസ് ആണ്. ഇനി അതുപോലെ സ്പൈൻസ് എന്ന് പറഞ്ഞാൽ കാക്ടസ്, കള്ളിമുൾ ചെടിയിൽ ലീവ്സ് എന്തായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്? സ്പൈൻസ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ദ ഫ്ലഷി ലീവ്സ് ഓഫ് ഒണിയൻ ആൻഡ് ഗാർലിക് സ്റ്റോർ ഫുഡ്. ഇനി നമ്മൾ ഉള്ളിയും സവോളയും വെളുത്തുള്ളിയും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അവിടെ എഡിബിളായിട്ട് ഉപയോഗിക്കുന്ന പാർട്ട് ഏതാണെന്നറിയാവോ? അതിൻ്റെ ഫ്ലഷി ലീവ്സ് ആണ്. മനസ്സിലായില്ലേ? ദ ഫ്ലഷി ലീവ്സ് ഓഫ് ഒണിയൻ ആൻഡ് ഗാർലിക് സ്റ്റോർ ഫുഡ്. ഇൻ സം പ്ലാന്റ്സ് സച്ച് ആസ് ഓസ്ട്രേലിയൻ അക്വേഷ്യ ദ ലീവ്സ് ആർ സ്മോൾ ആൻഡ് ഷോർട്ട് ലീവ്ഡ്. ഇനി നിങ്ങൾക്കറിയാം അക്വേഷ്യ, ഈ റോഡ് സൈഡിലൊക്കെ മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. അക്വേഷ്യ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, അതിൻ്റെ ലീവ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് വളരെ തൈച്ചെടിയായിരിക്കുമ്പോൾ മാത്രമാണ് അതിൽ യഥാർത്ഥത്തിലുള്ള ലീവ്സ് കാണപ്പെടുന്നത്. വളരെ കുഞ്ഞു ലീവ്സാണ്. അതുമാത്രമല്ല അത് ഷോർട്ട് ലീവ്ഡാണ്. അത് ചെറുപ്പത്തിലെ തന്നെ അതിൻ്റെ ആ ലീവ്സ് പൊഴിഞ്ഞു പോകും. പിന്നെ അത് വലുതായി വരുമ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ ലീഫ് പീറ്റിയോളാണ്. ആ പീറ്റിയോൾസ് എക്സ്പാൻഡ് ചെയ്ത് ലീഫ് പോലെ നിൽക്കും. അതുപോലെ ലീഫിൻ്റെ ഫങ്ഷൻ ചെയ്യുകയും ചെയ്യും. ദ പീറ്റിയോൾസ് ഇൻ ദീസ് പ്ലാന്റ്സ് എക്സ്പാൻഡഡ് ബിക്കം ഗ്രീൻ ആൻഡ് സിന്തസൈസ് ഫുഡ്.
Leaves of certain insectivorous plants such as pitcher plant, Venus flytrap are also modified leaves. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടുകയാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്, നെപ്പന്തസ് എന്ന് കേട്ടിട്ടില്ലേ, പിക്ചർ പ്ലാന്റ്, അതുപോലെ വീനസ് ഫ്ലൈ ട്രാപ്പ്, അതെല്ലാം എന്ത് മോഡിഫൈ ചെയ്തുണ്ടായിരിക്കുന്നതാണ്? ലീവ്സ് മോഡിഫൈ ചെയ്ത് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയായപ്പോൾ ലീഫ് മോഡിഫിക്കേഷൻ കഴിഞ്ഞു. അതിൽ ലീഫ് മോഡിഫിക്കേഷനിൽ ഏതൊക്കെയാണ്? ടെൻഡ്രിൽസ്, സ്പൈൻസ്, അതുപോലെ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഒണിയൻ, ഗാർലിക്ക്, അതുപോലെ അക്കേഷ്യയിൽ യഥാർത്ഥ ലീവ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ലീവ്ഡ് ആണ്. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ ലീഫായിട്ട് കാണപ്പെടുന്നത്? നമ്മൾ പീറ്റിയോൾസ് ആണ്, അത് ഓർത്തിരിക്കണം. പിന്നെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിലും ലീവ്സാണ് എന്തായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നത്? ഇൻസെക്റ്റിനെ ക്യാപ്ചർ ചെയ്യാനുള്ള അപ്പാരറ്റസ് ആയിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇൻഫ്ലോറസൻസ് ആണ്, പൂങ്കുല. A flower is a modified shoot wherein the shoot apical meristem changes into floral meristem. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്ലവർ ഈസ് എ മോഡിഫൈഡ് ഷൂട്ട്, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഫ്ലവർ എന്ന് പറയുന്നത് ഒരു മോഡിഫൈഡ് ഷൂട്ടാണ്. അതെങ്ങനെ നമ്മൾ സാധൂകരിക്കും? എ ഫ്ലവർ ഈസ് എ മോഡിഫൈഡ് ഷൂട്ട് വെയറിൻ ദ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം ചേഞ്ചസ് ടു ഫ്ലോറൽ മെരിസ്റ്റം. യഥാർത്ഥത്തിൽ അവിടെ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റമാണ് എന്തായിട്ട് മാറുന്നതെന്നറിയോ? ഫ്ലോറൽ മെരിസ്റ്റമായിട്ട് മാറുന്നത്. ദറ്റ് ഈസ് ഹൈലി കണ്ടൻസ്ഡ് ആൻഡ് മോഡിഫൈഡ് ഷൂട്ട്. ഇൻ്റർനോഡ്സ് ഡു നോട്ട് ഇലോങ്കേറ്റ് ആൻഡ് ആക്സിസ് ഗെറ്റ് കണ്ടൻസ്ഡ്. ഇൻ്റർനോഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, രണ്ട് നോഡുകൾക്കിടയ്ക്കുള്ള സ്ഥലം. സ്റ്റെമ്മിൽ നോഡ്സും ഇൻ്റർനോഡ്സും. നോഡ് എന്ന് പറയുന്നത് ലീവ്സ് റൈസ് ചെയ്യുന്ന. അപ്പോൾ സ്റ്റെമ്മാണെങ്കിൽ ഇൻ്റർനോഡിന് നീളം കൂടുതലുണ്ടായിരിക്കും. പക്ഷേ ഇത് ഫ്ലവർ ഷൂട്ടായിട്ട് മാറുമ്പോഴത്തേക്ക് ഇൻ്റർനോഡ്സ് കണ്ടൻസ് ചെയ്യും, നീളം കുറയും. The apex produces different kinds of floral appendages laterate successive nodes instead of leaves. ഇനി സ്റ്റെം ആണെങ്കിൽ ലീവ്സ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ അത് ഫ്ലോറൽ മെരിസ്റ്റമായിട്ട് മാറുമ്പോഴേക്കും ലീവ്സിന് പകരം ഫ്ലോറൽ അപ്പൻഡേജസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. വെൻ എ ഷൂട്ട് ടിപ്പ് ട്രാൻസ്ഫോംസ് ഇൻ ടു എ ഫ്ലവർ ഇറ്റ് ഈസ് ഓൾവേസ് സോളിറ്ററി. ഇനി ഷൂട്ട് ടിപ്പ് തന്നെയാണ് ഫ്ലവറായിട്ട് മാറുന്നതെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നറിയാം? ഒരു സിംഗിൾ ഫ്ലവർ ആയിരിക്കും, സോളിറ്ററി ഫ്ലവർ ആയിരിക്കും. The arrangement of flowers on the floral axis is termed as inflorescence. ഇനി അതൊരു ഫ്ലോറൽ ആക്സിസ്, ആ ഫ്ലോറൽ ആക്സിസിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻഫ്ലോറസെൻസ് എന്നാണ് വിളിക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ അപ്പെക്സ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു എ ഫ്ലവർ ഓർ കണ്ടിന്യൂ ടു ഗ്രോ, ദർ ആർ 2 മേജർ ടൈപ്സ് ഓഫ് ഇൻഫ്ലോറസെൻസസ്. അപ്പോൾ ഫ്ലോറൽ ആക്സിസിൻ്റെ ഗ്രോത്ത് വെച്ചിട്ട് നമ്മൾ ഇൻഫ്ലോറസെൻസിനെ രണ്ടായിട്ട് തിരിക്കും. റെസിമോസ് ഇൻഫ്ലോറസെൻസ് എന്നും സൈമോസ് ഇൻഫ്ലോറസെൻസ് എന്നും. ഇൻ റെസിമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസെൻസ് ദ മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ, ദ ഫ്ലവേഴ്സ് ആർ ബോൺ ലാറ്ററലി ഇൻ ആൻ ആക്രോപീറ്റൽ സക്സഷൻ. ഇനി റെസിമോസ് ഇൻഫ്ലോറസെൻസിൽ മെയിൻ ആക്സിസ് എന്ത് ചെയ്യുമെന്നറിയാം? കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യും. എന്നിട്ട് ഫ്ലവേഴ്സ് എന്ത് ചെയ്യുമെന്നറിയാം? ഒരു ആക്രോപീറ്റൽ ഓർഡറിലാണ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് ആക്രോപീറ്റൽ ഓർഡർ എന്ന് പറഞ്ഞാൽ? എൽഡർ ഫ്ലവേഴ്സ് ആർ അറ്റ് ദ ബോട്ടം ആൻഡ് യങ്ങർ ഫ്ലവേഴ്സ് ആർ അറ്റ് ദ ടിപ്പ്. ആ പൂങ്കുലയുടെ അടിയിൽ താഴ്ഭാഗത്ത് വലിയ വലിയ പൂക്കളും പൂങ്കുലയുടെ മുകൾ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകുമ്പോഴേക്കും ചെറിയ ചെറിയ പൂക്കളുമായിട്ട് വരും. അതാണ് ആക്രോപീറ്റൽ സക്സഷൻ. ഇനി സൈമോസ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ സൈമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ദ മെയിൻ ആക്സിസ് ടെർമിനേറ്റ്സ് ഇൻ എ ഫ്ലവർ. സൈമോസ് ടൈപ്പിൽ മെയിൻ ആക്സിസ് ഒരു ഫ്ലവറിൽ അവസാനിക്കും. ഹെൻസ് ഇറ്റ് ഈസ് ലിമിറ്റഡ് ഇൻ ഗ്രോത്ത്. ദ ഫ്ലവേഴ്സ് ബോൺ ഇൻ ബേസിപീറ്റൽ ഓർഡർ. അവിടെ മിക്കവാറും ഒന്നുകിൽ 3 ഫ്ലവേഴ്സ് ഉണ്ടാവും ഒരു പൂങ്കുലയിൽ, അല്ലെങ്കിൽ 5 ഫ്ലവേഴ്സ് ഉണ്ടാവും. അങ്ങനെയാണ് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും മുകളിലുള്ള പൂവാണ് ആദ്യം വിരിയുന്നത്. നമ്മുടെ ജാസ്മിനൊക്കെ ഇല്ലേ, മുല്ല, അതിൻ്റെയൊക്കെ മൊട്ടൊക്കെ എടുത്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അത് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതിൻ്റെ മധ്യത്തിലുള്ള പൂവാണ് ആദ്യം വിരിയുന്നത്. 2 പൂക്കൾ അതിൻ്റെ സൈഡിലോട്ടുണ്ട്, അത് പിന്നീടേ വിരിയുള്ളൂ ഇല്ലേ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പിനെയാണ് നമ്മൾ സൈമോസ് എന്ന് പറയുന്നത്. ദ ഫ്ലവേഴ്സ് ആർ ബോൺ ഇൻ എ ബേസിപീറ്റൽ ഓർഡർ. ബേസിപീറ്റൽ ഓർഡർ എന്ന് പറഞ്ഞാൽ മധ്യത്തിലുള്ള പൂ ആദ്യം
വലുതാവും, പിന്നീട് സൈഡിലുള്ളത്. അപ്പോൾ അതാണ് ബേസിപെറ്റൽ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ there are two types of inflorescence, racemose and cymose. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെസിമോസ് ഇൻഫ്ലോറസൻസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫ്ലവർ പഠിക്കാം. ഓക്കെ.